ഈഗിൾ ഗെയിമിംഗ് എക്സ്ലാൻഡിസ് നടത്തുന്ന റാംപേജ് GTA 5 PvP ടൂർണമെന്റിന്റെ ക്വാളിഫയേഴ്സിന്റെ ലാസ്റ്റ് ഡേ ആയിട്ടുള്ള ദിവസമാണെന്ന്. ഇന്ന് അവിടുത്തെ നമ്മുടെ ലാസ്റ്റ് മാച്ച് ആണെന്ന്, ഈ ഒരു ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് ജിയുടെ ലാസ്റ്റ് മാച്ച് ആണ് നടക്കുന്നത്. ആൻഡ് ഇന്നത്തെ സെക്കൻഡ് ലാസ്റ്റ് മാച്ച് ആണ്. എല്ലാവർക്കും വെൽക്കം ടു ദ സെക്കൻഡ് ലാസ്റ്റ് മാച്ച് ഓഫ് ദ ഡേ. അപ്പൊ നോക്കണേ കേസ് 8 ഗ്രൂപ്പ് അടങ്ങുന്ന ഒരു ടൂർണമെന്റ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതിലെ 7ാമത്തെ ഗ്രൂപ്പിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മാച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പം ബാക്ക് ടു ബാക്ക് നമ്മുടെ TVS CSK എന്നുള്ള ഒരു ലൈനപ്പാണ് അവിടെ ചാമ്പ്യൻ ആയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മാച്ചും നമ്മുടെ TVS CSKക്ക് ചാമ്പ്യനായി നമ്മുടെ മാഫിയയുടെ കൂടെ തന്നെ ആ ഒരു റെക്കോർഡിൽ നിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും നല്ല പോലെ കളിക്കുന്ന നല്ല കഴിവുള്ള നല്ല ടീംസുകളാണ് ഈ ഒരു ലോബിയിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഡോമിനേറ്റ് ചെയ്യുന്ന നല്ല ഫൈറ്റ്സുകൾ നമുക്ക് കാണാൻ പറ്റും. സോ എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് അറിയാം. സോ എല്ലാവരും ഒരു പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കണ്ടോളൂ. അപ്പം നമ്മളും എക്സൈറ്റഡ് ആണ്. ലെറ്റ്സ് വാച്ച് ദിസ്. സോ അപ്പം എല്ലാ ടീമുകളും ഓരോരുടെ ഡ്രോപ്പ് പോയിന്റിലേക്ക് സെക്യൂർ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ടൂർണമെന്റിന്റെ ഡേ 1 കണ്ടവർക്ക് മാത്രമേ ഇപ്പം നമ്മുടെ മാച്ചസ് എത്ര സ്മൂത്ത് ആയിട്ട് പോകുന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഡേ 1 പ്രാക്ടീസ് നമ്മൾ പറഞ്ഞ ഡേറ്റിൽ ഇത് നടത്താൻ പറ്റാതെ പോയ അവസ്ഥയിലൊക്കെ നമ്മൾ ഇരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട കുറേ ഓഡിയൻസ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇപ്പം ഈ ഒരു സ്ക്രിപ്റ്റിനെ ഇവിടെ വരെ എത്തിച്ചതും ഇതാക്കിയതിലേക്ക് പുറത്ത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. ആൻഡ് നിങ്ങൾക്കും ഞങ്ങളൊരു വലിയ താങ്ക് യു പറയുന്നു. പേഷ്യൻസോടുകൂടി ഇവിടെ ഇരുന്ന് കണ്ടതിനും അതുപോലെ തന്നെ സജഷൻസ് പറഞ്ഞതിനും എല്ലാവർക്കും ഒബ്വിയസ്ലി വെൽക്കം ടു ദ സ്ട്രീം. ആൻഡ് നമുക്ക് ഈ മാച്ച് നോക്കി നോക്കാം, എവിടെയെങ്കിലും ഫൈറ്റുകൾ കമ്മിറ്റ് ആവുന്ന നോക്കാം. ഇപ്പോഴും സ്റ്റിൽ എയറിലാണ് VH ഹോട്ട് പിസ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നുള്ളൂ. അത് പറഞ്ഞേ പറ്റുള്ളൂ. അത് കാരണം ടെസ്റ്റ് ആ ഒരു മാച്ച് നടക്കുന്ന അന്ന് നമ്മളെ ചാറ്റിൽ എല്ലാ ചാറ്റിലും എന്തൊക്കെയായിരുന്നു തന്നെന്നുള്ളത് എല്ലാവർക്കും നല്ലപോലെ അറിയാം. അപ്പൊ ആ ഒരു സ്ട്രെസ്സോടെ തന്നെ ഈ ഒരു സാധനം സ്ക്രിപ്റ്റ് എല്ലാം കൂടെ സെറ്റാക്കി വീണ്ടും എടുത്തിട്ടുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഒരു empty മൈൻഡഡ് ഇരുന്നിട്ടല്ല, എല്ലാ പ്രഷറും കൂടെ വെച്ചിട്ടാണ് അവർ ആ ഒരു സ്ക്രിപ്റ്റ് എല്ലാം കൂടെ റെഡിയാക്കി എടുത്തത്. അതുകൊണ്ട് ഇവർക്ക് ഒരു ബിഗ് ഷൗട്ട് ഔട്ട് തന്നെ നമ്മൾ കൊടുക്കണം സത്യം പറഞ്ഞാൽ. സോ എന്തായാലും നമുക്ക് VH ഇവിടെ S7 സ്പോട്ട് ചെയ്തിട്ടുണ്ട്. VH vs S7 നടക്കാനുള്ള ചാൻസ് അവർ ബാക്ക് ഓഫ് ചെയ്യാൻ തോന്നുന്നു. VH ആദ്യമേ ഒരു ഫൈറ്റ് എടുക്കാൻ ഷിബു സുൽത്താൻ ഇവിടെ ഗണ്ണെടുത്ത് വരുന്നുണ്ട്. നമുക്ക് നോക്കാം VH vs അവിടെ TVS CSK അവിടെ ഒരു നോക്കിട്ട് ഫിനിഷ് ചെയ്യുന്നു. BCSനെ TVS vs CSK ഒരു ഇനിഷ്യൽ ഫൈറ്റ്. BCS ഒരു പ്ലെയർ മാത്രമേ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. BCSലെ മറ്റു പ്ലെയേഴ്സിനെ സ്പോട്ട് ചെയ്തിട്ടില്ല, ഒരു പ്ലെയർ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ഏബൽ അങ്ങനെ അക്കൗണ്ട് തുറക്കുവാണ്. ഈ ഒരു പേരാണ് ആ ഒരു ഇതിന്ന് ഇറങ്ങി വന്നത് കണ്ടത് സ്റ്റോറിന്ന്. അതെ കഴിഞ്ഞ അടിച്ച സെയിം ലൊക്കേഷൻ BCSന്റെ സെമി ഫൈനലിൽ നമുക്ക് 3 മാച്ച് വെച്ചല്ലേ ഒരു ടീമിന് 4 വരുന്ന 2 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമായിരിക്കും. അതായത് ഒരു ഗ്രൂപ്പിന് 3 മാച്ച് അല്ലേ? ഓക്കെ. ഫൈനൽ ബെസ്റ്റ് ഓഫ് 5. അതെ, ഫൈനൽ വിൽ ബി ബെസ്റ്റ് ഓഫ് 5 ആയിരിക്കും ഫൈനൽ. ബെസ്റ്റ് ഓഫ് 5 എന്ന് പറയില്ലല്ലോ, 5 ഇതല്ലേ നമ്മൾ പറയുള്ളൂ. 5 മാച്ച് ബെസ്റ്റ് ഓഫ് 5 അല്ല 5 മാച്ച്. സോ നോക്കുവാണെങ്കിൽ എന്തായാലും ആദ്യം തന്നെ നമ്മുടെ TVയുടെ ഒരു ഫൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ BCSലുള്ള ഒരു പ്ലെയർ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. സോ നോക്കുവാണെങ്കിൽ ഒന്ന് പറയുക കാണിച്ചാൽ VH vs SR അവിടെ പെട്ടിട്ടുണ്ട്. ആട്ടിപ്പൊട്ടി അവിടെ VHന്റെ ഒരു ഫൈറ്റ് നമുക്ക് നോക്കാം. VH vs S7 ആണ് നടക്കുന്നത്. VHലെ ഹോട്ട് പിസ മല കയറാൻ പറ്റാതെ അവിടെ പെട്ടിരിക്കുന്നു. ആൻഡ് VH ആണോ? കയറി വന്നു. ഹോട്ട് പിസ അവിടെ കയറി വന്നു. കണ്ടിട്ടില്ല ഇതുവരെ. ഹോട്ട് പിസയ്ക്ക് നല്ലൊരു ഓഫ് ആംഗിൾ ആണ്. നമുക്ക് നോക്കാം. ഹോട്ട് പിസ വീണ്ടും താഴോട്ട് പോയി. ഹോട്ട് പിസ താഴോട്ട് പോകുന്നു, മേലോട്ട് വരുന്നു. ആൻഡ് VHന് ഫസ്റ്റ് നോക്ക് എടുക്കുന്നു. ഹോട്ട് പിസ അവിടെ നിന്ന് നോക്ക് എടുക്കുന്നു. S7 2 പ്ലേയേഴ്സ് നോക്കായി. VH 2 നോക്ക് എടുക്കുന്നു. S7 ടൈഗർ അവിടെ ഷിബു സുൽത്താനെ നോക്കാക്കുന്നു. മ്യൂട്ടൻ സിമർ VH അവിടെ അടുത്തൊരു നോക്ക് എടുക്കുന്നു. S7 സൈഡിൽ നിന്നു. S7 ചുട്ടുമണി. S7 ടൈഗർ. S7 ഔലാദ് റഷ്യൻ സ്പീഡ് അവിടെ നോക്കുന്നു. S7 ചുട്ടുമണി അടുത്തൊരു നോക്ക് എടുക്കുന്നു. 2 സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും കാഷ്വാലിറ്റീസ് ഉണ്ട്. VH കരിമീൻ അവിടെ നോക്ക് എടുക്കുന്നു. മ്യൂട്ടൻ സിമ്മർ ഒരു നോക്ക് എടുത്ത് ഫിനിഷ് ചെയ്ത് കളയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കാഷ്വാലിറ്റീസ് ഉണ്ട്. നമുക്ക് നോക്കാം. കരിമീൻ അവിടെ ഒരു റിവൈവിന് പോകണമെന്ന് തോന്നുന്നു. റഷ്യൻ DNL അവിടെ S7 നോക്കാക്കുന്നു. റഷ്യൻ DNL S7 ചുട്ടുമണി. ഇവിടെ S7 3 പ്ലേയേഴ്സ് മാത്രം ബാക്കി. 4 പ്ലേയേഴ്സ് മാത്രം ബാക്കി. S7 ചുട്ടുമണി അവിടെ റഷ്യൻ സ്പീഡ് അവിടെ ഫിനിഷ് ആവുന്നു. ഒരു 3v4
4v4 ആണെന്ന് തോന്നുന്നു 4v4 ആണെന്ന് തോന്നുന്നു 4v4 കരിമീനോടെ നോക്കാനുള്ള ചാൻസ് ഉണ്ടോ? കരിമീനോടെ നോക്കാനില്ല. CK മാരി അവിടെ ഒരു നോക്ക് ഫിനിഷ് ചെയ്യുന്നു. ഒരു 3v4 സിറ്റുവേഷൻ. ഫ്ലെക്സി അവിടെ നോക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കരിമീൻ വേഴ്സസ് ഡോക്കി. ഫ്ലെക്സി ഒരാളെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലെക്സി അവിടെ നോക്കിട്ടു. തിരിച്ചൊരു കൗണ്ടർ നോക്ക്. S7 ഡോക്കി അവിടെ കരിമീനെ നോക്കാക്കുന്നു. 2v2 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. 2v2 VH വേഴ്സസ് S7. CK മാരി പുഷ് ചെയ്ത് വരുന്നു. ഓ ഷുട്ടുമണി CK മാരിയെ നോക്കാക്കിക്കുന്നു. 1v2ലേക്ക് എത്തിക്കുന്നു. ഫാൽക്കൺ അവിടെ റിവൈവലിന് പോകുന്നു. റഷ്യൻ ഡിയലിനെ അവിടെ റിവൈവ് ചെയ്യുന്നു. ഒരു 1v2 എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. 1v2 അവിടെ റിവൈവിന് പോയി. മണ്ടത്തരമായി പോയി. 1v2 ഓ 2v1 ആയി. 1v1 ഫാൽക്കൺ വേഴ്സസ് ഡോക്കി. 1v1 ഫാൽക്കൺ വേഴ്സസ് ഡോക്കി. ഓ ഒരു ഹെഡിങ്. ഫാൽക്കൺ വേഴ്സസ് ഡോക്കി. ഫാൽക്കൺ പക്ഷെ ഒരു പ്ലെയറിനെ മാത്രം 2 പ്ലേയേഴ്സിലോട്ട് ചുരുങ്ങുന്നു VH. ആ ഒരു ഫൈറ്റിൽ VH 8 പേരെ അവർക്ക് നഷ്ടമാകുന്നു. ആ ഒരൊറ്റ ഫൈറ്റിൽ തന്നെ S7ന്റെ ഒരു മണ്ടത്തരമാണ് അവിടെ കണ്ട. ഫ്ലെക്സി അവിടെ പോയി ആ ഒരു റിവൈവലിന് പകരം ആ ഒരു 2v2 എടുത്തിരുന്നെങ്കിൽ അതൊരു ഈസി ഫൈറ്റ് ആയിരുന്നേനെ. പക്ഷെ ബട്ട്സിൽ ഫാൽക്കന്റെ സൈഡിൽ നിന്ന് ഒരു കിട്ടിലൻ ഗെയിം പ്ലേ. കിട്ടിലുമായിട്ട് ഫാൽക്കൺ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. വെൽ പ്ലേഡ് ഫാൽക്കൺ. ഒരു രക്ഷയില്ലാത്ത കളി. നമുക്ക് നോക്കാം അടുത്തൊരു ടീമിനോട്ട് നമുക്ക് പോവാം. വേറെ എങ്ങും തന്നെ ഫൈറ്റ് കമ്മിറ്റ് ആയിട്ടില്ല. നമുക്ക് നോക്കാം. VH നോക്കുവാണെങ്കിൽ 10 പോയിന്റോടെ നിൽക്കുന്നുണ്ടെങ്കിലും 2 പ്ലേസ് ആണ് ബാക്കി. നല്ലൊരു നല്ലൊരു ഫസ്റ്റ് ഫൈറ്റ് ആണ് എടുത്തത്. പക്ഷേ 2 പേരിൽ ഒതുങ്ങിയിട്ട് വന്നിട്ടുണ്ട് VH. സോ നോക്കുവാണെങ്കിൽ നമ്മുടെ TVയെ കുറച്ചൊക്കെ ഒന്ന് ഒരു എക്സ്ട്രാ കളിയാണ് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത്. നേരത്തെ നോക്കുവാണെങ്കിൽ ആ ഒരു മൗണ്ടന്റെ ഏരിയയിലൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ കുറെ ഒന്നും ഫൈറ്റ് അവർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ നോക്കുവാണെങ്കിൽ TVയെ എല്ലാവരും തെരഞ്ഞടിച്ച് എവിടെയൊക്കെ ആൾക്കാർ എവിടെയൊക്കെ കൂടുതൽ നിൽക്കുന്നത് അവിടെയൊക്കെ തെരഞ്ഞ് നോക്കി പോവാണ്. സോ നോക്കുവാണെങ്കിൽ ആ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവിടെ നോക്കിയിട്ട് അടുത്ത ഒരു ഏരിയയിലോട്ട് തപ്പിയാണ് ഇറങ്ങിയത് TV നോക്കുവാണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. വരുന്നുണ്ട്. ACT ആയിട്ട് ഒരു TV ഫൈറ്റ് എടുക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. നോക്കാം ആര് ഇതില് വിൻ ചെയ്യുന്ന നമുക്ക് കണ്ടറിയാം. എന്തായാലും TVയെ ആ ഒരു ബാക്ക് ടു ബാക്ക് 3 വിന്ന് എടുക്കാനുള്ള പരിപാടിയാണോ അതോ നല്ലൊരു പോയിന്റ് ടേബിള് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാനുള്ള പരിപാടിയാണെന്ന് അവിടെ ട്രിഗർ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആഡം തോണി അവിടെ വീഴാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഒരു മണ്ടത്തരമായി പോയി. ലെഫ്റ്റ് ആംഗിൾ ഒറ്റയ്ക്ക് പുഷ് ചെയ്ത് വന്നു. ആൻഡ് അവിടെ ഒരു നോക്ക് വീഴാനുള്ള സാധ്യത. മെസ്ബോയ് അവിടെ ആദ്യത്തെ നോക്കിടുന്നു. മെസ്ബോയ് ഇന്ന് ഫോമിലാണ്. മെസ്ബോയുടെ സൈഡിൽ നിന്ന് ആദ്യത്തെ നോക്ക്. ആൻഡ് ഇവിടെ ആഷും ഓക്സിയും ഒരു ഓഫ് ആംഗിൾ കയറി കളിക്കുന്നു. ചടയൻ അവിടെ അടുത്തൊരു മണ്ടത്തരം. ജാക്കി അവിടെ ഓക്സി ഒരു നോക്കിടുന്നു. വേബലടുത്തൊരു നോക്കിടുന്നു. ഓക്സിയെ ഇട്ട നോക്ക് ഫിനിഷ് ചെയ്ത് കളയുന്നു. ബാക്കി പ്ലേയേഴ്സ് എല്ലാം അകത്ത് കയറി. വീടിനകത്താണോ? ഇത് കുറച്ചൊരു ടാസ്ക് ഉള്ള പരിപാടി. ഇത് കുറച്ച് ടാസ്ക് ടീം ഫയറും എല്ലാം വരാനുള്ള സാധ്യതകളുണ്ട്. ഇവര് ചെക്ക് ചെയ്യുന്നില്ല. അകത്ത് ചെക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. അടുത്ത ആളെ തപ്പി പോകുന്നുണ്ട്. ആക്ടിലെ സാല് മാത്രം. പക്ഷെ അതൊരു നല്ല ഐഡിയ ആയിരുന്നു. അവര് ഡീവിയേറ്റ് ചെയ്തു കളഞ്ഞു. ആ സാലും ഒറ്റയ്ക്ക് നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ബാക്കി പ്ലേയേഴ്സിനെ സേവ് ചെയ്തു അവിടെ. ആൻഡ് സാലിന് നല്ല അടി കിട്ടുന്നുണ്ട്. സാലിന് സർവൈവ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. മോബിക്കായിരിക്കും ആ പിക്ക് കിട്ടുന്നത്. കഴിഞ്ഞ കളി കളിക്കാൻ പറ്റാത്തതിന്റെ വിഷമം മോബി ഈ കളി തീർക്കുമല്ലോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. TVക്ക് വെറും ഒരു വിന്ന് വേണ്ട. TVക്ക് നല്ല പോലെ കില്ലും പോയിന്റും എടുത്ത് തന്നെ നമ്മള് വിന്നായിക്കോളാം എന്നുള്ള രീതിയിലാണ് TV കളിച്ചോണ്ടിരിക്കുന്നത്. സാലിന്റെ എന്തായാലും ഏതാനും നിമിഷത്തിനുള്ളിൽ സാലും ഒരു ലിസ്റ്റിലെ പേരായി മാറും. കണ്ടറിയാം നമുക്ക്. ആക്ട് സാൽ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നു. ബട്ട് സ്റ്റിൽ വിടത്തില്ല. പുറകെ നടന്നടിക്കാനുള്ള ഒരു പരിപാടിയാണ്. ഡ്രീമർ ഗെയിമിംഗിന്റെ ചാറ്റ് ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞിട്ട് ഡ്രീമർ ഗെയിമിംഗ് നമ്മുടെ ചാറ്റിൽ എത്തിയിട്ടുണ്ട്. ബോസ് എണ്ണൻ എത്തിയിട്ടുണ്ട്. നിങ്ങളെയൊക്കെ ഡ്രീമർ ഗെയിമിങ്ങിനെ പോലെ ഒരു വലിയ ഇവന്റ്സ് നമ്മുടെ ടൂർണമെന്റ് കമന്റ് സെക്ഷനിൽ വരിക എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ കാര്യമാണ് അല്ലേ ഗോഗു? MRC ഗോഗു. അതെ, ഞാൻ തൊടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ എന്തായാലും വെൽക്കം ടു ദ സ്ട്രീം. ആൻഡ് ഇവിടെ മരമായിരിക്കുന്നു സാലിനെ ഓൾറെഡി കണ്ടിട്ടുണ്ട്. സാൽ അവിടെ ഒരു മരമായിട്ട് കാര്യമില്ല. സാലിന് ഇപ്പൊ പെരുന്നാൾ അടി എന്തായാലും കിട്ടും എന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. സാലിനെ അവിടെ സ്പോട്ട് ചെയ്യും.
ഇപ്പൊ വന്നടിക്കും. ഉറപ്പായിരുന്നു, ഭയങ്കര ഒബ്വിയസ് ആയിരുന്നു ആ ഒരു സ്പോട്ട്. താലിനെ അലക്സ് അവിടെ അടിച്ച് നോക്കാക്കുന്നു. അലക്സ് ഒരു കില്ല് അവിടെ സെക്യൂർ ചെയ്യുന്നു TVAക്ക് വേണ്ടിയിട്ട്. ആൻഡ് കറന്റ് പോയിന്റ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ VH വിത്ത് 10 കിൽ, S7 അവിടെ എലിമിനേറ്റ് ആയിട്ടുണ്ട് 8 കില്ലോട് കൂടി. ആൻഡ് TVA CSK 4 കില്ല്, 5 ഒരു കില്ലും കൂടെ. KVA വരുന്നുണ്ട്. KVA സോണിനകത്തോട്ട് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. TVയുടെ അടുത്തോട്ടാണോ KVA വരുന്നത്? അല്ല, അതെ, TVയുടെ അടുത്തോട്ടാണ് KVA വരുന്നത്. വീണ്ടും TVA വേഴ്സസ് KVA. അതെ, നോക്കുവാണെങ്കിൽ എപ്പോഴും ലാസ്റ്റ് സോണിലാണ് ഒരു ഫൈറ്റ് അടി കിടക്കുന്നെങ്കിൽ KVA വേഴ്സസ് TVA ഇത്തവണ നേരത്തെ ഒരു ഏർലി ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്, നമുക്ക് കണ്ടറിയാം. സോ ഇവിടെ ഫയറിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അഗൈൻ ഒരു TVA ടോപ്പ് ഓഫ് ദ ടേബിളിൽ നിൽക്കുന്ന രണ്ട് ടീമുകളുടെ ബാറ്റിൽ നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം. TVA വേഴ്സസ് KVA. സോ TVA നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എവിടെ നിൽക്കുന്നു ആ ഒരു ഏരിയ എല്ലാം നോക്കിക്കൊണ്ട് നടക്കുവാണ്. ഫൈറ്റ് എടുത്ത് കളിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് TVA നിൽക്കുന്നത്. അവർ ക്വാളിഫൈഡ് ആണ് ഒബ്വിയസ്ലി. അപ്പോൾ അവർക്ക് ഈ ഒരു മാച്ച് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, TVA വേഴ്സസ് KVA ഫൈറ്റ് കമ്മിറ്റ് ചെയ്യുമെന്നുള്ള കാര്യം അടിച്ചു വിളിച്ചു വരുത്തുന്നു. ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വാടാ എന്നുള്ള രീതിയിലാണ് TVAയും KVAയും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നത്. TVA വേഴ്സസ് KVA ഈ ഒരു ഫൈറ്റ് എന്താവുമെന്ന് നമുക്ക് നോക്കാം. അവിടെ ANK വേഴ്സസ് ACT നടക്കുന്നു. ANK വേഴ്സസ് ACT അവിടെ ഒരു പ്ലെയറിനെ എടുത്ത് ഫിനിഷ് ചെയ്ത് കളഞ്ഞു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ലോങ് ഡിസ്റ്റൻസ് അടികൾ അടിക്കുന്നതല്ലാതെ ഒരാളും ഫൈറ്റ് കമ്മിറ്റ് ചെയ്തിട്ടില്ല. TVA എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ACTയിലെ ബാക്കിയുള്ള പ്ലേയേഴ്സിനെ ANK സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവരിതുവരെ ആ വീടിനകത്തൊന്നും ഇറങ്ങിയിട്ടില്ല. ആരോ എന്തിനോ വേണ്ടി അതാരായിരിക്കുന്നേ മുഖത്ത് കരിയൊക്കെ തേച്ചത്? ഇതിനകത്ത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഒരു പാർത്ഥിബൻ ജോൺ. ആ പാട്ട് ആണ്. സോ എനിക്ക് ഇവിടെ ഒന്നും അറിയാണ്ട് ഈ ഒരു പൊസിഷൻ പിടിച്ചു നിർത്തിയേക്കാണ്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ എല്ലാരും അതിന്റെ തിരിപ്പെന്നുള്ളൊരു വിവരം അറിയാണ്ടാണ് നമ്മുടെ ACT. നോക്കിയാൽ KVA രണ്ട് വഴിക്ക് പോയെന്ന് തോന്നുന്നു. അതെ, KVA വേറെ വഴിക്ക് പോയി, TVA വേറെ വഴിക്ക് പോയി. TVയുടെ തൊട്ടടുത്ത് കറന്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ANK ആണ്. TVA അത് ഇതുവരെ സ്പോട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരും ഇങ്ങോട്ട് തിരിയുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ഒരാൾ മാത്രം ഇവിടെ ഫയറിംഗ് കേട്ടിട്ടുണ്ട്. അതെ, ANKയുടെ ഫയറിംഗ് TVA കേട്ടിട്ടുണ്ട്. തിരിഞ്ഞു, അങ്ങോട്ട് പോവാണ് TVA ആ ഫൈറ്റ് എടുക്കാൻ വേണ്ടി. ഇല്ല, നേരെ പോവാണെന്ന് തോന്നുന്നു. TVA അങ്ങോട്ട് തന്നെ പോവാണ് TVA ആ ഫൈറ്റ് എടുക്കാൻ വേണ്ടി. TVA സൗണ്ട് കേട്ടിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം ആ ഒരു ഫൈറ്റ് TVA കമ്മിറ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. അവിടെ പോയി കഴിഞ്ഞാൽ 2 സ്ക്വാഡാണ് അവിടെ ഉള്ളത്. 2 സ്ക്വാഡ്. ഇത് എന്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇവര് ഇതിലോട്ട് വീണ്ടും അടിച്ചു കയറി ഒളിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഇവന്മാരെ കണ്ടുപിടിച്ച് അവര് തമ്മിലൊരു ഫൈറ്റ് ആവുന്നതാണ്. അതാണ് പയ്യ പോസ്റ്റർ കണ്ടിരിക്കുന്നത്. അതെ, അത് എന്താണ് എവിടെയാണ് നോക്കുന്നതെന്നാണ് എനിക്കൊരു ഡൗട്ട്. എന്തായാലും എന്തൊക്കെ അവിടെ പുഷ് ചെയ്തെത്തി. TVA വേഴ്സസ് ANK നടക്കാനുള്ള എല്ലാ ചാൻസസും TVA വേഴ്സസ് ANK കണ്ടു. അടി തുടങ്ങി. TVA അവിടെ തീട്ടു. ഗാന്ധി മഹാൻ അവിടെ നോക്കായി. ഗാന്ധി മഹാൻ സെക്കൻഡ് അവിടെ ആദ്യത്തെ നോക്കെടുക്കുന്നു. ഗാന്ധി മഹാനെ അവിടെ അടിച്ചിരുന്നു. മോബിയുടെ അടുത്തോട്ട് എല്ലാവരും കൂടെ വരുന്നുണ്ട്. മോബിക്ക് അടി കിട്ടാനുള്ള ചാൻസസ് നല്ലതുപോലെ ഉണ്ട്. അലക്സ് അവിടെ അടുത്തൊരു നോക്കിടുന്നു. TVAക്ക് വേണ്ടി അലക്സ് അവിടെ നോക്കിടുന്നു. ANK ഡൊമിനിക് സെക്കൻഡ് അടുത്ത് നോക്കിടുന്നു. TVAക്ക് വേണ്ടി സെക്കൻഡ് അടുത്ത് നോക്കിടുന്നു. ചാടി റൊട്ടേഷൻ ഒക്കെ കട്ട് ചെയ്ത് ഡൊമിനിക് ടൊറോട്ടോ. ഓക്സി അവിടെ അടുത്തൊരു നോക്കിടുന്നു. ഓക്സി ഏബൽ അടുത്തൊരു നോക്കിടുന്നു TVAക്ക് വേണ്ടിയിട്ട്. ഒരു കാഷ്വാലിറ്റി പോലും ഇപ്പൊ TVയുടെ സൈഡിൽ കറന്റ് ഒരു കാഷ്വാലിറ്റി പോലും വന്നിട്ടില്ല. അലക്സ് അവിടെ നിന്ന് അടിക്കാനുള്ള ചാൻസ് ഉണ്ടോ? അടുത്തൊരു പിക്കിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു. ഏബൽ അടുത്തൊരു നോക്കിടുന്നു. അടുത്തൊരു നോക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഫിനിഷ്. സെക്കൻഡ് അടുത്തൊരു നോക്ക്. ലാസ്റ്റ് പ്ലെയർ മാത്രം ബാക്കി.
കാലിനടുത്തൊരു നോക്ക്. ഒരു പ്ലെയർ കൂടെ മാത്രമേ ബാക്കിയുള്ളൂ തോന്നുന്നു. ഒരു പ്ലെയർ കൂടെ, ഒരു കാഷ്വാലിറ്റി പോലും ഇല്ലാതെ TVXCSK അവിടെ ANK വൈപ്പ് ഓഫ് ചെയ്ത് കളയുന്നു. എന്റെ പൊന്നോ, അവിടെ TJ vs KV ആയിട്ടുണ്ട്. TJ vs KVA കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് നോക്കി നോക്കാം. TJ vs KVA അങ്ങോട്ടും ഇങ്ങോട്ടും. KVയുടെ ഒരു പ്ലെയറിനെ ഫിനിഷ് ഓഫ് ആക്കി കളഞ്ഞു. TJയുടെ ഒരു പ്ലെയർ നോക്കായിട്ട് ഫിനിഷ് ആയി കളഞ്ഞു. ലൂക്കാസ് അവിടെ സാത്താനെ നോക്കാക്കുന്നു. സാത്താൻ അവിടെ തിരിച്ച് നോക്കാക്കുന്നു. വിറ്റോ അവിടെ നോക്കാക്കുന്നു. റൈസുക്കി അവിടെ നോക്കാക്കുന്നു. ലൂക്കാസ് ഒരു 40J സ്മോക്ഡ് ബാംസ് അവിടെ വിറ്റോയെ നോക്കാക്കുന്നു. ഷെയ്ഖ് മുഹമ്മദ് ഒരു നോക്കെടുക്കുന്നു. 40J എസ്കിൻഡർ ഒരു നോക്കെടുക്കുന്നു. ഹൈഡ്ര അവിടെ നോക്കെടുക്കുന്നു. അങ്ങോട്ടൊരു KVAക്ക് അത്യാവശ്യം കാഷ്വാലിറ്റി അത് കൂടുതലാണെന്ന് തോന്നുന്നു. ആൻഡ് KVA vs TGA. KVA vs TGA. 4TG. TG അടുത്തൊരു നോക്ക്. കറുപ്പൊരു നോക്ക് എടുക്കുന്നു. ആൻഡ് സ്മോക്ഡ് ബാഗ്സ് വിംബി 2v2 എന്ന് തോന്നുന്നു. അല്ല 2v4 ആണെന്ന് തോന്നുന്നു. കഴിഞ്ഞോ? വൈപ്പായി. KVA അടിച്ച് വൈപ്പ് ചെയ്തിരിക്കുന്നു. TGയുടെ ലൈനപ്പ്. TG അവിടെ KVA അടിച്ച് വൈപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നമ്മളെ GGA ഒന്ന് എല്ലാരും പൊക്കി ഒന്ന് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ R3 എത്തിയിട്ടുണ്ട്. R3 ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നല്ല പോലെ പെട്ടിരിക്കുന്ന R3 എന്തായാലും മസ്റ്റ് ആയിട്ട് TJ വൈപ്പ് ചെയ്യണം. ഈ ഒരു കളിയിൽ അവർക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ TJ വൈപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ TJ വൈപ്പ് ചെയ്യണമെന്ന് R3ന്റെ ഒരു ടാർഗറ്റ് ആണ്. കാരണം അവർക്ക് അത് ചെയ്താലേ മാത്രമേ ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ചെയ്യുകയും അതുപോലെ തന്നെ ഡോമിനേറ്റ് ചെയ്ത് ഒരു #1 അടിച്ചാലേ 4TGക്ക് മുകളിൽ വരാൻ പറ്റത്തുള്ളൂ. സ്മോക്ഡ് ബാക്സിന് ഒന്നും ചെയ്യാനില്ല. എല്ലാവരും ഒരുമിച്ച് അടിച്ചിടും. എന്തായാലും സോൺ ഔട്ടാണ് ഇവരെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സ്മോക്ഡ് ബാക്സിന്റെ കില്ല് അവിടെ സെക്യൂർ ചെയ്യുന്നു. സോണിലേക്ക് കയറുന്നു. നമുക്ക് നോക്കാം 4TGയെ നമുക്ക് നോക്കാം. 4TGക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കാര്യം. 4TGക്കും ഇത് സർവൈവ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇൻ കേസ് R3X നല്ലൊരു പോയിന്റ് സെക്യൂർ ചെയ്യുകയാണെങ്കിൽ അവരുടെ മുകളിൽ എത്താനുള്ള ചാൻസ് ഉണ്ട്. 4TGക്ക് 3 പ്ലേയേഴ്സ് മാത്രം ബാക്കി. 8 ടീമും 47 പ്ലേയേഴ്സ് മേലെ. ആൻഡ് മാപ്പ് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. മാപ്പ് കറന്റ് ഇതാണ് മാപ്പ്. TVS സോൺ ഔട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അടുത്ത ആൾക്കാരെ അടിക്കാനാണോ? TVS സോൺ ഔട്ടാണോ പോകണമെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ ടീമുകളും ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ VHലെ 2 പ്ലേയേഴ്സ് മാത്രം. VHന് എല്ലാ കളിയിലും ഇനീഷ്യൽ ഫൈറ്റിൽ അവരുടെ പ്ലേയേഴ്സിനെ അവർക്ക് നഷ്ടമായി പോകുന്നുണ്ട്. ബാക്കി 1-2 പ്ലേയേഴ്സ് മാത്രമേ അവർക്ക് ബാക്കിയുള്ളൂ. ബട്ട് സ്റ്റിൽ അവർ മാനേജ് ചെയ്ത് എല്ലാ കളിയും #2 അടിക്കാൻ എന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. TVA അടുത്തൊരു പ്ലേയേഴ്സിന് എടുത്തോട്ട് പോകുന്നു. TVA vs RC നടക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അവിടെ. TVA vs RC കണ്ടിരിക്കുന്നു. RC കണ്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. TVA ഇത് മൈൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. കറന്റ് നോക്കുകയാണെങ്കിൽ TVA വിത്ത് 15 കില്ലാണ് ഇപ്പൊ കറന്റ് ഉള്ള ടോപ്പ് കില്ലെന്ന് പറയുന്നത്. TVA നിൽക്കുന്നില്ല. ഇല്ല, പുഷ് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ. സ്മോക്ക് ഇടുന്നു. അഗ്രസീവായിട്ട് കയറുന്നു. TVA vs RC. നല്ല ഒരു ഫൈറ്റ് തന്നെ ആയിരിക്കും. ബാക്ക് ഓഫ് ചെയ്യുന്നു TVA എന്തുകൊണ്ട് ബാക്ക് ഓഫ് ചെയ്തെന്ന് മനസ്സിലാവുന്നില്ല. ഹൈറ്റ് അഡ്വാൻറ്റേജ്. ഓ ഇല്ല, TVയുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വേറെ 2 പേര് വരുന്നു. വേറെ ടീം വരുന്നു TVയുടെ ലെഫ്റ്റ് സൈഡില്. അതിന്റെ കോള് കിട്ടി കറക്റ്റ് ആയിട്ട്. ഓ നോക്ക്, വളരെ സെൻസിബിൾ ഗെയിം പ്ലേ ഫ്രം TVA. BCSനെ സ്പോട്ട് ചെയ്ത് ആ ഒരു ഫൈറ്റ് ഒഴിവാക്കി അവർ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. TVA മോബി ആദ്യത്തെ നോക്ക് എടുക്കുന്നു. ആദ്യത്തെ നോക്ക് മോബി എടുത്തിരിക്കുന്നു. മദാര അവിടെ ഒരു നോക്ക് എടുത്തിരിക്കുന്നു. രണ്ടാമത്തെ പിക്ക് പോയി മദാര. കറക്റ്റ് സമയത്ത് ആർച്ചി പുറകിൽ തേർഡ് പാർട്ടി വരുന്നുണ്ട്. ആൻഡ് ഇവിടുന്ന് അടുത്ത ടീം പുഷ് ചെയ്ത് വരുന്നു. അടുത്ത ടീമിനെ അടിക്കാൻ നിൽക്കുന്നു TVA vs RC. അറക്കൽ രാമൻ BCSലെ അറക്കൽ രാമനെ അവിടെ ആഷ് നോക്കാക്കുന്നു. TVA vs PSK ആഷ് അവിടെ മദാര ഒരു ഫിനിഷ് എടുക്കുന്നു. സെക്കൻഡ് അവിടെ ഒരു ഫിനിഷ് എടുക്കുന്നു. നമുക്ക് നോക്കാം. ഇതേപോലെ നോക്കുകയാണെങ്കിൽ അലക്സിന്റെ ഒരു പിക്ക്, ദാമോദർ സിംഗ് ഒരു പിക്ക് എടുക്കുന്നുണ്ട്. സെക്ടർ ഒരു പിക്ക് എടുക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടി എല്ലാം വൈദ്യുതിക്കുന്ന RCS ഒരു പിക്ക് എടുക്കുന്നു. ഏബിളിന്റെ ഒരു പിക്ക് എടുക്കുന്നു. ഏബിൾ നല്ല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിക്ക് എടുക്കും. പക്ഷെ ബേക്കിൽ RCS അടുത്തൊരു തേർഡ് പാർട്ടി ആയിട്ട് വരുന്നുണ്ട്. എല്ലാം കൊണ്ട് തന്നെ TVക്ക് ഒരു പാളിയ അവസ്ഥയിൽ നിൽക്കുന്ന മെസ്ബോയ് ഓക്കുന്റെ ഒരു പിക്ക്, ആഷിന്റെ ഒരു പിക്ക്, അലക്സിന്റെ ഒരു പിക്ക്, മെസ്ബോയ് അടുത്തൊരു പിക്ക്, സുനൈക്ക് ഒരു പിക്ക്, മെസ്ബോയ് വീണ്ടും ഒരു പിക്ക്. മെസ്ബോയ് നോക്കുകയാണെങ്കിൽ തീ കത്തി അവിടെ കളിക്കുന്നത്. അടുത്തൊരു കളി
TVA versus R3X ഒരു സ്കോഡിനെ അവിടെ വൈപ്പ് ഓഫ് ആക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. R3X versus TVA. അലക്സ് അവിടെ ആദ്യത്തെ knock എടുക്കുന്നു. അലക്സ് ആദ്യത്തെ knock ഇട്ടു. ബാലൻ കെ നായർ അവർ ബാക്ക് ഓഫ് ആവാതെ ഈ ഫൈറ്റ് എടുത്താൽ മാത്രമേ അവർക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. ദാമോദർ സിംഗ് അവിടെ കയറി വന്നിട്ടുണ്ട്. ബാക്ക് ഓഫ് ആയത് വളരെ മണ്ടത്തരമായി പോയി. ആ ആംഗിൾ വിട്ടുകൊടുത്തത് ഭയങ്കര മണ്ടത്തരമായി പോയി എന്ന് തന്നെ പറയണം. ടിവിയുടെ പ്ലേയേഴ്സ് ബാക്ക് ഓഫ് ആയത്. പക്ഷേ അവിടെ ആഷ് നോക്കാവുന്നു. ആഷ് അവിടെ നോക്കായി. മെസ് ബോയ് അവിടെ നിന്ന് ഒറ്റയ്ക്ക് എടുക്കുന്നു. അവിടെ നിന്ന് ഒരു ബാക്ക് ഓക്സി ദാമോദർ സിംഗിനെ എടുക്കുന്നു. ഓക്സി അവിടെ ദാമോദർ സിംഗിനെ എടുക്കുന്നു. നല്ലൊരു ടീം മാനേജ്മെന്റ്, ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ് മാനേജ്മെന്റ് ഫ്രം TVA. നമുക്ക് നോക്കാം മെസ് ബോയ്ക്ക് നോക്കാവോ ഇല്ല എന്നുള്ളൊരു കാര്യം. TVA ബാക്കിംഗ് ഓഫ് ആണ്. അവിടുന്ന് TVA എത്ര പ്ലേയേഴ്സ് ഉണ്ട്. ആ നല്ലൊരു കവർ ഫയർ ആയിരുന്നു ഓക്സിയുടെ സൈഡിൽ നിന്ന്. ഒരു കിടിലൻ കവർ ഫയർ. ഓക്സി ആ കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആ കില്ല് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആ ഫൈറ്റ് വെക്കോ ബ്രോ, ഫൈറ്റ് വെക്കോ. അലക്സ് അടുത്തൊരു പില്ല് സെക്യൂർ ചെയ്യുന്നു ബ്രോ. ഫൈറ്റ് TVA versus R3X. അവിടെ നിന്ന് സ്ലോ ഡൗൺ ആയി. അവിടെ നിന്ന് നല്ല രീതിയിൽ സ്ലോ ഡൗൺ ആയി. കറന്റ്ലി നോക്കുവാണെങ്കിൽ TVA വിത്ത് 31 ഫ്രാഗ് 31 കിൽസ് ആണ് TVയുടെ നമ്മുടെ CSK ഇവിടെ സെക്യൂർ ചെയ്തിരിക്കുന്നത്. 31 കില്ല്. സത്യം പറഞ്ഞ ഈഗിള് കഴിഞ്ഞ നമ്മുടെ മെയിൻ ലൈനപ്പ് ഫൈറ്റ് ചെയ്ത ഒരു ഫൈറ്റില് അടുത്ത ഫൈറ്റിൽ അതിന്റെ അടുത്ത ഫൈറ്റ് അതേ ഒരു സെയിം സിനിയറാണ് നമ്മൾ ഇപ്പോഴും കണ്ടത്. CSK അവർക്കും അത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. CSK നമ്മുടെ ഒരു ലൈനപ്പും മോശമല്ല എന്നുള്ള രീതിയിലാണ് TVയുടെ ലൈനപ്പുകൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എന്റെ പൊന്നെ നമുക്ക് നോക്കാം. ആൻഡ് എത്ര ഇലയുണ്ട് TVA? എത്ര ഇലയോ? 7 പേര്. കറന്റ് 7 പേരെ വെച്ചിട്ടാണ് TVA കളിക്കുന്നത്. അവർക്ക് സോണിലോട്ട് പോകണം എന്ന് തോന്നുന്നു. സോണിന്റെ വെളിയിലാണ്. സോണിനകത്ത് 2 ടീമുകൾ മാത്രമേ ഉള്ളൂ. ആക്റ്റും അതുപോലെ തന്നെ VH മാത്രമേ സോണിനകത്തുള്ളൂ. അവർക്ക് സോണിനകത്തോട്ട് പോയേ പറ്റത്തുള്ളൂ. നമുക്ക് നോക്കാം. എന്തായാലും ഒരു വിഷയ ഫൈറ്റ് തന്നെയാണ് കേട്ടോ. ഒരു ഗൂസ് ബംസ് എന്ത് സംഭവിക്കും അടുത്തതെന്ന് മനസ്സിലാവാതെ സത്യം പറഞ്ഞ TV പെട്ടുപോയി എന്നാണ് ഞാൻ സത്യം പറഞ്ഞ വിചാരിച്ചത്. അവിടെ വൈപ്പ് ആവുമെന്നാണ് ഞാൻ സത്യം പറഞ്ഞ ഞാൻ വിചാരിച്ചത്. പക്ഷേ അടുത്തൊരു ഫൈറ്റ് കമ്മിറ്റി സോൺ ഔട്ടിൽ ആ ഒരു ഫൈറ്റ് കമ്മിറ്റിയുള്ള പ്ലാൻ ആണോ? സോൺ ഔട്ടിൽ ആ ഫൈറ്റ് കമ്മിറ്റിയുള്ള പ്ലാൻ ആണ്. ഓസ്കാറിന് നല്ല രീതിയിൽ ടാഗ് കൊടുക്കുന്നു. ഓക്സി ഒരു 6-7 പേരെ ഉള്ളെങ്കിലും നമ്മൾ ഫൈറ്റ് എടുക്കുക എന്നുള്ള രീതിയിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓസ്കാർ ഒരു HP. സോൺ വരുന്നത്. സോൺ നോക്കണം. 1 മിനിറ്റും 51 സെക്കൻഡിലും ഈ ഒരു ഫൈറ്റ് അവർക്ക് ഫിനിഷ് ചെയ്തേ പറ്റത്തുള്ളൂ. അവർ 7 പേരെ ഉള്ളെങ്കിലും നമ്മൾ ബാക്ക് ഓഫ് ആകുന്നില്ല. ഈ ഫൈറ്റ് ഞങ്ങൾ കമ്മിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് TV അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അലക്സ് അവിടെ രണ്ടാമത്തെ നോക്ക്. അവിടെ അലക്സ് മൂന്നാമത്തെ അടുത്ത നോക്ക് എടുത്തിരിക്കുന്നു. ആൻഡ് ഏബൽ അവിടെ വീണിരിക്കുന്നു. ഏബൽ വീണു. അതുപോലെ അലക്സ് അടുത്ത നോക്ക് 4ാമത്തെ നോക്ക് അലക്സിന്റെ സൈഡിൽ നിന്ന്. അലക്സ് അവിടെ തിരിച്ച് നോക്കായി. വിച്ചറോപ്പിക്ക് നല്ല ടാഗ് കൊടുക്കുന്നു. ബാലൻ കെ നായർ അടുത്തൊരു നോക്ക് ഇടുന്നു. 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. നല്ലൊരു മോളട്ടോ. പോൾ വാക്കറിന് നല്ല ടാഗ് കൊടുക്കുന്നുണ്ട് അവിടെ. 1 മിനിറ്റ് 18 സെക്കൻഡ് മാത്രം. പോൾ വാക്കർ ലാസ്റ്റ് വൺ. ഓക്സിയുടെ വക അടുത്തൊരു നോക്ക്. R3X ഓക്സി 6 മാത്രം ബാക്കി. 1 പ്ലെയർ മാത്രം ബാക്കി. ഫിയർലെസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു TVക്ക് തിരിച്ച് ബാക്ക് ടു സോൺ പോകാൻ 59 സെക്കൻഡ്. മോർ ദാൻ ഇനഫ് ടു ഗെറ്റ് ഇൻസൈഡ് ദ സോൺ. ഒരു രക്ഷയില്ലാത്ത ഗെയിം പ്ലേ ഫ്രം TVA x CSK. കിടിലം കളി എന്ന് തന്നെ പറയണം. 40 ഫ്രാഗോട് കൂടി TVA 40 ഫ്രാഗ്. 18 പേര് ഇനിയും ലൈവ്. 40 ഫ്രാഗോട് കൂടി TVA x CSK. ഒന്നും പറയാനില്ല. 4TGക്ക് 4 പേര് മാത്രം ബാക്കി. അതെന്താ അവിടെ ഫൈറ്റ് വൈപ്പാക്കി. TV വൈപ്പാക്കി. സോ നോക്കുവാണെങ്കിൽ TV x CSKയും VHും 4TGയും BSും ACT ആണ് ഇനി ബാക്കിയുള്ളത്. സോ 5 ടീംസും 18 ലൈവും. ഇനി എത്ര കിൽസ് ഇനി TVക്ക് ഇനി എടുക്കാൻ പറ്റും നമുക്ക് കണ്ടറിയാം. ഈ ഒരു ലോബിയിൽ എനിക്ക് തോന്നുന്നു 40 കിൽസ് 47 കിൽസ് ആണ്. 47 കിൽസ് അല്ല 47 കില്ലാണ് ഈ ടൂർണമെന്റിലെ ടോപ്പ് കിൽ എന്ന് പറയുന്നത്. സോ ഈ 47 കില്ല് TVക്ക് പൊട്ടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഇനി 11 പ്ലേയേഴ്സ് ആണ് ഇനി ബാക്കിയുള്ളത്. ഇവരൊരു
TVയെ മാറ്റി വെച്ചാൽ സോ ഈ ഒരു 11-ല് എത്ര കിലോ അവിടെ ഫൈറ്റ് കമ്മിറ്റ് ആയെന്ന് തോന്നുന്നു. അവിടെ എവിടെ ഒരു ഫൈറ്റ് കമ്മിറ്റ് ആയെന്ന് തോന്നുന്നു. പറയില്ലേ പാക്കു എസ്കാർട്ടർ സ്വന്തം ACTയിലെ 3 പ്ലേയേഴ്സ് അല്ല 40G ACT ഒരുമിച്ച് നിൽക്കുന്നു. പണിപാളും നേരം പുണ്യാളവിടെ ഒരു മൈൻഡും ഇല്ലാണ്ട് നിൽക്കുക. കണ്ട് പുണ്യാളെ കണ്ടു. പുണ്യാളാ ടിവിയെ കണ്ടു. ടിവിയെ പുറകെ വരുന്നുണ്ട്. ടിവിയെ സൗണ്ട് കേട്ടു. ഓപ്പണില് വരുന്നുണ്ട് 7 എണ്ണം കൂടെ. ആക്ട് മുരളിയുടെ കൂടെ അവിടെ ഒരു നോക്കെടുക്കാനുള്ള ശ്രമം. ഒരു നോക്കെടുത്ത് കൊടുക്കാൻ പറ്റില്ല. ആക്ടിൽ അടുത്തൊരു പ്ലെയർ കൂടെ വരുന്നു. ആക്ടിൽ ഒരു പ്ലെയറുടെ ഡാർവിൻ ബെന്നി അവിടുന്ന് വരുന്നു. കറക്റ്റ് സമയത്ത് ടിവിയെ റഷ് ചെയ്ത് വരുന്നു. അടുത്ത 4 കില്ലിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അടുത്തൊരു ഇതിന് വേണ്ടിയിട്ടാണോ നമുക്ക് നോക്കാം. TVA vs ACT, TVA vs 40G, TVA vs TGA നടക്കാനുള്ള ചാൻസ് ഉണ്ട്. നടക്കാനുള്ള ചാൻസ് അല്ല, നടന്നു കഴിഞ്ഞിരിക്കുന്നു. TVA vs മെസ്ബോയുടെ ഒരു ഓഫ് ആംഗിൾ. TVA vs TGA. ഓ നല്ല ടാഗ് കൊടുക്കുന്നു മെസ്ബോയ്. അവിടുന്ന് അലക്സ് പുഷ് ചെയ്ത് വരുന്നുണ്ട്. 40Gയിലെ 2 പ്ലേയേഴ്സും താഴെ വീണു. TGA vs TVA നടന്നുകൊണ്ടിരിക്കുന്നു. ഓ അവിടെ ബാലൻ കെ നായർ ആദ്യത്തെ തീർത്തിരിക്കുന്നു. ആദ്യത്തെ നോക്ക്. മെസ്ബോയ് അടുത്തൊരു നോക്ക്. സ്റ്റാലിൻ അടുത്തൊരു നോക്ക്. റാവു മാത്രം ബാക്കി. റാവുവിനെ ഓടിച്ചിട്ടടിക്കുവാണെന്ന് തോന്നുന്നു. റാവു മാത്രം റാവു ബാലിന് നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. റാവുവിന് നല്ല ടാഗ് തിരിച്ചു കിട്ടുന്നു. ഒന്നും ചെയ്യാനില്ല. സെക്കൻഡ് ഫിനിഷിംഗ് ഓഫ് റാവുവിനെ ഫിനിഷ് ചെയ്യുന്നു. TGA തിരിച്ച് ലോബിയിലേക്ക് പറഞ്ഞു വിടുന്നു. ആൻഡ് ആക്ടിൽ ഒരു പ്ലെയർ ഇവിടെ ഉണ്ട്. ഒരു പ്ലെയർ 10 പ്ലേയേഴ്സ് മാത്രമല്ലേ, 3 പേരുടെ മാത്രമേ ബാക്കിയുള്ളൂ. BHലെ 2 പ്ലേയേഴ്സും ആക്ടിലെ ഒരാളും ആണ് കറന്റ് 44 കില്ലോട് കൂടി. റഷ്യൻ DNL പുറകെ കൂടെ വരുന്നുണ്ട്. അലക്സിന്റെ തൊട്ടുപുറകിൽ റഷ്യൻ DNL ഉണ്ട്. നോക്കുവാണെങ്കിൽ ബാക്ക് ടു ബാക്ക് ഒരു 3ാമത്തെ വിന്നാണ് TVക്ക് കിട്ടാൻ പോകുന്നത്. അതും ഒരു മാസമായിട്ട് തന്നെ ആ ഒരു വിൻ DNL നല്ല ടാഗ് കൊടുക്കുന്നു. നോട്ട് ടുഡേ ബ്രോ. ഓക്സി അവിടെ DNLനെ അടിച്ചിരുന്നു. പുറകിൽ നിന്ന് ഒരു ഫ്രാഗ് എടുക്കാൻ പറ്റിയില്ല. ഇനി VHന് ഒരു പ്ലെയറും കൂടെ ഉണ്ട്. 2 ടീമിൽ 2 കില്ലും കൂടി. ഇനി ഫാൽക്കൺ ഡൗൺ ആണോ? മയങ്ങി വീണോ? ഇല്ല, ഫാൽക്കന് ബഗ് ആയതായിരിക്കും. ലോഡ് ആവുകൊണ്ട് കുഴി പോയതാ. സോ എന്തായാലും നമുക്ക് നോക്കാം. 45 കില്ല് സെക്യൂർ ചെയ്തിരിക്കുന്നു. ഫാൽക്കണ് ബഗ്ഗാന്ന് തോന്നുന്നു. നോക്കുവാണെങ്കിൽ 2 പ്ലേയേഴ്സാണ് ഇനി ബാക്കിയുള്ളത്. ഫാൽക്കണും പിന്നെ ACTയിലെ ഒരു പ്ലെയറും. സോ നോക്കുവാണെങ്കിൽ 47 കില്ലെടുത്ത് TG ആയിട്ട് ഓക്കെ. ഓ കണ്ടിരിക്കുന്നു, പ്ലെയറിനെ കണ്ടിരിക്കുന്നു. ഫിനിഷ് ചെയ്യുന്നു അടുത്തൊരു പ്ലെയറിനെ കൂടെ അലക്സ്. സോ ഇനി ലാസ്റ്റ് ബഗ്ഗായ ഒരു പ്ലെയർ മാത്രമേ ബാക്കിയുള്ളൂ. 46 കില്ല് സെക്യൂർ ചെയ്തിട്ടുണ്ട്. അലക്സും ഒരാൾ മാത്രം ബാക്കി. ബാക്ക് 3 വിന്നോടെ മാഫിയ മാത്രമാണ് ഈ ഒരു ടൂർണമെന്റിൽ 3 വിന്ന് ചാമ്പ്യൻ ആയിട്ടുള്ളത്. ഇനി അത് TVS CSKയുടെ പേരിൽ കൂടെയാണ്. സോ നോക്കുകയാണെങ്കിൽ ഓൾറെഡി 46 കില്ല്. ഇനി ഫാൽക്കൺ ഈ ഒരു ബഗ് ഫിക്സ് ആവുകയാണെങ്കിൽ 47 കില്ലോടെ ഒരു വിന്ന് ചാമ്പ്യൻ ആവുകയാണ് നമ്മുടെ TVS CSK. സോ ലെറ്റ്സ് സീ എന്ത് സംഭവിക്കുമെന്ന്. ഒന്ന് BHന്റെ അവിടെ പോയിട്ട് ഒന്ന് സംസാരിക്കാം. അത് സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫാൽക്കണിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫിനിഷിംഗ് ഓഫ് ഇൻ ഹാട്രിക് ഹാഷ് അടിച്ച് TVS CSK ഫിനിഷ് ചെയ്യുന്നു 47 കില്ലോട് കൂടി. TVയുടെ റെക്കോർഡ് TVയെ തന്നെ പൊട്ടിച്ചിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. 47-57 പോയിന്റ് ആയിട്ടുണ്ടാവൂലേ? 57 ടോപ്പ് കിൽസ് TG ആൻഡ് TVയെ ഷെയർ ചെയ്യുന്നു.
ടോപ്പ് കില്ല് നോക്കിയാൽ TVM TGM ഒരേപോലെ ഷെയർ ചെയ്യുന്നു 47. ആൻഡ് ഹിയർ വി ഗോ TVA വിത്ത് 47 കില്ലോട് കൂടി 57 പോയിന്റ് #1 അടിച്ച് സെക്യൂർ ചെയ്തിരിക്കുന്നു. ആൻഡ് തൊട്ടുപുറകില് VH നോക്കുകയാണെങ്കിൽ #2 വിത്ത് 10 കില്ല് ആൻഡ് 16 പോയിന്റ്. 4TG നോക്കുകയാണെങ്കിൽ #4 ആണ് 12 കില്ലോട് കൂടി 16 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. R3X നോക്കുകയാണെങ്കിൽ #6 ആണ് 6 കില്ലോട് കൂടി 8 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. S7 നോക്കുകയാണെങ്കിൽ 10 ആണ് 8 പോയിന്റോട് കൂടി 8 കില്ലോട് കൂടി 8 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. BS നോക്കുകയാണെങ്കിൽ KVA #5 ആണ് 4 കില്ലോട് കൂടി 7 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. ACT നോക്കുകയാണെങ്കിൽ #3 ആണ് 0 കില്ലോട് കൂടി 5 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. BCZ നോക്കുകയാണെങ്കിൽ #7 ആണ് 0 കില്ലോട് കൂടി 1 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. RC നോക്കുകയാണെങ്കിൽ #8 ആണ് 0 കില്ലോട് കൂടി 1 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ANK നോക്കുകയാണെങ്കിൽ #9 ആണ് 1 കില്ലോട് കൂടി 1 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് നമുക്ക് പ്ലെയർ സ്റ്റാറ്റ് നോക്കാം. നമ്മുടെ TVയിലെ അലക്സ് MVP 12 കില്ലോടെയാണ് MVP ആയിട്ടുള്ളത്. ഒന്നും പറയില്ല. അതുപോലെ തന്നെ സെക്കൻഡ് 6 കില്ല്, ഓക്സി 6 കില്ല്, മെസ്ബോയ് 6 കില്ല്, ഏബൽ 5 കില്ല്, ബാലക്കെ 4 കില്ല്. അത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 6 പേരും നമ്മുടെ TVയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ S7 ഷുട്ടുമണി 4 കില്ല്, 4TGയിലെ ലൂക്കാസ് 3 കില്ല്, ദാമോദർ സിംഗ് 3 കില്ല്, 4TGയിലെ ഗോഡക്സ് 3 കില്ല്, TVA ആഷ് 3 കില്ല്. അങ്ങനെയാണ് നിൽക്കുന്നത്. അലക്സിന്റെ ഒക്കെ ഒരു ബ്രോ 127 പോയിന്റ്. CSK securing 127 point and it's a record breaking point. 127 പോയിന്റ് സെക്യൂർ ചെയ്ത് ആ നമ്മുടെ മെയിൻ ലൈനപ്പിൽ പൊട്ടിച്ച് 122 ആയിരുന്നു മറ്റേത്. 122 127. TVന്റെ റെക്കോർഡ് പൊട്ടിക്കാൻ TV തന്നെ. സോ TVയുടെ റെക്കോർഡ് പൊട്ടിക്കാൻ TV തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് TVA CSK 127 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. ഹലോ, നമ്മുടെ ചന്ദ്രബോസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ചന്ദ്രബോസിനെ എന്താണ് ചന്ദ്രബോസ് ടീമിനെ പറ്റി പറയാനുള്ളത്? ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് കഴിഞ്ഞ കളി വന്നപ്പോഴത്തേക്ക് നമ്മള് കപ്പ് തൂക്കിയിട്ട് ബാക്കി സംസാരിക്കാന്ന്. പിന്നെ വിഷയ കളി എനിക്കത് പറയല്ല, അവന്മാർക്ക് കൂടി സംസാരിക്കണമെന്നുണ്ടായിരുന്നു. എല്ലാരും വിളിച്ചോ എടാ എനിക്ക് ഓ നീ കളിച്ചില്ലേ? നമുക്ക് കോമ്പറ്റീഷൻ ഹലോ എന്താണ് എങ്ങനെ ഉണ്ടായിരുന്നു മാച്ച്? എല്ലാവർക്കും എങ്ങനെയാണ് മാച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഒരു തൊലച്ചിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് കൊടുത്തായിരുന്നു നമ്മള്. അലക്സ് ആണ് MVP ലാസ്റ്റ് മാച്ചില് വിത്ത് 12 കില്ല് അലക്സ് ആണ് എടുത്തിരിക്കുന്നത്. അലക്സ് 2 വാക്ക് സംസാരിക്കണം. അലക്സ് കളിക്കുമ്പോ 2 വാക്ക് സംസാരിച്ചില്ല. ശരിയായ സൈലന്റ് കില്ലറായിരുന്നു പയ്യൻ. സൈലന്റ് കില്ലറാണ് അലക്സ്. മോബി എല്ലാരും അയച്ചില്ല. മോബി 2 വാക്ക് സംസാരിക്കും മാച്ചിനെ പറ്റി. എല്ലാരും നൈസ് കളിയായിരുന്നു. ഒന്നും പറയാൻ ലോബിയെ വൈപ്പാക്കി കളഞ്ഞില്ല ഞങ്ങൾ ഈ ടൂർണമെന്റ് ടോപ്പ് അടിക്കുന്നത് മാത്രം, ഈ കളി മാത്രം, ഈ മാച്ച് മാത്രം ടോപ്പ് അടിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞങ്ങള് ചെറുതായിട്ട് ടൂർണമെന്റ് ടോപ്പ് അടിച്ചു. അപ്പൊ ടൂർണമെന്റിൽ ഏറ്റവും പോയിന്റ് സെക്യൂർ ചെയ്ത ടീം എന്നുള്ളൊരു റെക്കോർഡ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. വെരി വെൽ പ്ലേഡ്. കൺഗ്രാറ്റുലേഷൻസ് ഗൈസ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ അപ്കമിംഗ് മാച്ചസ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പൊ അടിപൊളിയായിട്ട് വരട്ടെ. സെമി ഫൈനലിൽ കിടിലായിട്ട് കളിക്കാൻ പറ്റട്ടെ. ലീഡറിന് ഹാപ്പി ആയോ എന്തോ, അതാണ് നമുക്ക് അറിയേണ്ടത്. എന്താ കേട്ടില്ല? ലീഡറിന് ഹാപ്പി ആയോ എന്തോ. ഞാൻ ഒരു കാസ്റ്റർ ആണ്. എനിക്ക് തൽക്കാലം എന്റെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ അവിടെ ഒരു 2 മിനിറ്റ് ഭോജനം തന്നിരിക്കുന്നു. വാസു ഹാപ്പിയാണ്. ഓക്കെ പോയിട്ടോ. നമ്മുടെ സർവർ റീസ്റ്റാർട്ട് ആയിട്ടില്ല ഇതുവരെ.